നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലും അൺകൺസ്യൂമേറ്റഡ് മാരേജിനെ പറ്റി സംസാരിച്ചിരുന്നു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി അല്ലെ 3 വർഷമായി, ഇന്ന് വരെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, ഡോക്ടർ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? അപ്പോൾ സ്ത്രീയുടെ കാരണങ്ങളാൽ ബന്ധം നടക്കാതിരിക്കാം, പുരുഷൻ്റെ കാരണങ്ങളാൽ നടക്കാതിരിക്കാം, ഇരുവരുടെയും കാരണങ്ങളാൽ നടക്കാതിരിക്കാം. ഇതിൽ പുരുഷൻ്റെ കാരണങ്ങൾ കൊണ്ട് ബന്ധം നടക്കാതിരിക്കുന്ന അവസ്ഥ, അതെന്തൊക്കെ കാരണങ്ങളാണ്? അതിനെപ്പറ്റി മുൻപൊരു വീഡിയോയിൽ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ പ്രശ്നങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വിവാഹശേഷം കോമൺ ആയിട്ട് ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ, ഒന്ന് ഭയം, ബന്ധപ്പെടാനുള്ള ഭയം. ലൈംഗിക ബന്ധത്തിൽ ഇടപെടുമ്പോൾ യോനിനാളത്തിൽ മുറിവ് അനുഭവപ്പെടുമോ, ബ്ലീഡിംഗ് ഉണ്ടാകുമോ, പെയിൻ വരുമോ, ഇങ്ങനെയുള്ള ഭയം നിമിത്തം ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ. രണ്ടാമത് വെജൈനിസ്മസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്, യോനി സങ്കോചം. അതായത് യോനിനാളത്തിൻ്റെ ഉപരിതലത്തിലുള്ള 1/3 ഭാഗം മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുന്നു, കൺട്രാക്റ്റ് ചെയ്ത് അത് അടഞ്ഞു പോകുന്നു. ബൈ ഡെഫിനിഷൻ ഒക്ലൂഷൻ ഓഫ് വെജൈനൽ ഓപ്പണിംഗ് ഡ്യൂ ടു ദ ഫിയർ. അത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പെനിട്രേഷൻ അവിടെ സാധിക്കാത്ത അവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെനിട്രേറ്റീവ് സെക്സ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഫിയർ, 2 വെജൈനിസ്മസ്. വെജൈനിസ്മസിൻ്റെയും പിന്നിലുള്ള കാരണം ഭയം തന്നെയാണ്. മൂന്നാമത് ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ, ഒരു സെക്സിൽ ഇടപെടാനുള്ള ആഗ്രഹമില്ല, അങ്ങനെ ഒരു ആഗ്രഹം ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ തന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിനെ ഒഴിവാക്കുന്നു. നാലാമത്തെ കണ്ടീഷൻ സെക്ഷൽ അവേർഷൻ ഡിസോർഡർ. ഇത് പുരുഷനിലും സ്ത്രീകളിലും ഉണ്ടാകാമെങ്കിലും സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പലപ്പോഴും പുരുഷൻ്റെ ജനനേന്ദ്രിയത്തോട് അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൽ നിന്ന് വരുന്ന ആ ഒരു ദ്രാവകം, സെമൻ, ശുക്ലം, ഇതിനോടൊക്കെ അറപ്പ് തോന്നുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള അറപ്പ് പലപ്പോഴും ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്ന അറപ്പുള്ളത് കൊണ്ട് തന്നെ തൊടാൻ സമ്മതിക്കില്ല. ഇനി ലിപ്സ് ടു ലിപ്സ് കിസ് ഇഷ്ടമല്ലാത്ത ധാരാളം പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളോടും സെക്സിൽ ഒരു പുരുഷനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കുവാനും ലിപ്സ് ടു ലിപ്സ് കിസ് ചെയ്യുവാനും ഒക്കെ അറപ്പുള്ള വ്യക്തികളുണ്ട്. ഈ അറപ്പൊക്കെ തന്നെ ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്നതാണ്. മറ്റൊന്നാണ് ചില കേസുകളിൽ ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാവാം. എന്ന് പറഞ്ഞാൽ അവർക്ക് പുരുഷനോട് യാതൊരു താല്പര്യവുമില്ല, ചെറുപ്പകാലം തൊട്ട് സ്ത്രീയോട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഇടപെടാനാണ് താല്പര്യം. അങ്ങനെ ഒരു സ്ത്രീയെ ഈ വിവരങ്ങളൊന്നും മനസ്സിലാക്കാതെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ പുരുഷനുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ ആ വ്യക്തിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരിക്കില്ല. അതുതന്നെ പലപ്പോഴും പ്രശ്നമാവാറുണ്ട്. ഇതാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ പുരുഷനിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞു, മറ്റൊരു വീഡിയോയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനി ഇരുവരും ചേർന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.